ഒറ്റ രാത്രി കൊണ്ട് പ്രിയപ്പെട്ട മക്കളെ നഷ്ടമായ ഞെട്ടലിലാണ് ആലപ്പുഴയിലെ വാഹനാപകടത്തിൽ മരിച്ച 5 വിദ്യാർത്ഥികളിലെ നാട്ടുകാരും വീട്ടുകാരും. പഠനത്തിലും സ്പോർട്സിലുമെല്ലാം ഒരുപോലെ മിടുക്കരായ 5 പേർ ഇനി വിറങ്ങലാർന്ന നീറ്റിലാണ്. ഒരുമിച്ച് പഠിക്കാൻ തുടങ്ങിയിട്ട് വെറും 1.5 മാസം മാത്രം. അപ്പോഴേക്കും ചങ്കും കരളുമായി മാറിയിരുന്നു ആ സംഘം. ഒടുവിൽ പ്രിയപ്പെട്ട കൂട്ടുകാരെ തനിച്ചാക്കി ഒറ്റ രാത്രിയിൽ അവർ 5 പേർ ഒരുമിച്ചു മടങ്ങി. വേദനയല്ലാതെ മറ്റൊന്നുമില്ല ക്യാമ്പസിലും വീടുകളിലും. കോട്ടയം സ്വദേശികളായ ദേവാനന്ദനും കുടുംബവും 12 വർഷമായി മലപ്പുറം കോട്ടയ്ക്കലിലാണ് താമസം. അപകട വിവരം അറിഞ്ഞ മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും തകർന്നു പോകും. 20 വർഷത്തോളമായി അവർ ജോലിക്കാ പോയി കഴിഞ്ഞ കല്യാണം കഴിച്ചത്. അത് കഴിഞ്ഞാണ് പിള്ളേരുണ്ടായി. പിള്ളേരവിടെ പഠിച്ചു. പിന്നെ അവിടെ പഠിച്ചു. പിള്ളേർക്കെല്ലാം എന്നോടാണ്. പാലക്കാട് ശേഖരീപുരം വത്സൻ ബിന്ദു ദമ്പതികളുടെ ഏക മകനാണ് ശ്രീദീപ് വത്സൻ. പഠിക്കാൻ മിടുക്കൻ. അച്ഛന്റെയും അമ്മയുടെയും സ്വപ്നങ്ങൾ ബാക്കിയാക്കി ശ്രീദീപ് യാത്രയായി. ആലപ്പുഴ കാവാലം നെല്ലൂർ ഷാജിയുടെയും ഉഷയുടെയും മകനാണ് ആയുഷ്. കുടുംബം നാളുകളായി ഇൻഡോറിൽ സ്ഥിരതാമസക്കാരാണ്. ഉഷ ഇൻഡോറിൽ നഴ്സായും ഷാജി അക്കൗണ്ടന്റായും ജോലി ചെയ്യുന്നു. കുടുംബം മകന്റെ വിയോഗം എങ്ങനെ അതിജീവിക്കുമെന്ന ആശങ്കയിലാണ് ബന്ധുക്കൾ. ഒരു മാസം മുൻപാണ് ലക്ഷദ്വീപിൽ നിന്ന് കടൽ കടന്ന് ആന്ത്രോത്ത് ദ്വീപിലെ മുഹമ്മദ് ഇബ്രാഹിം ആലപ്പുഴയിൽ മെഡിസിൻ പഠിക്കാനെത്തിയത്. അപകടവിവരം അറിഞ്ഞയുടൻ മുഹമ്മദ് ഇബ്രാഹിമിന്റെ കേരളത്തിലുള്ള കുടുംബ സുഹൃത്തുക്കളും നാട്ടുകാരായ ചിലരും ആലപ്പുഴയിലേക്ക് ഓടിയെത്തി. കുടുംബത്തിന്റെ വലിയ പ്രതീക്ഷയാണ് ഒറ്റ രാത്രി കൊണ്ട് തകർന്നടിഞ്ഞത്. ലക്ഷദ്വീപിലേക്ക് കൊണ്ടുപോകാതെ മുഹമ്മദ് ഇബ്രാഹിമിന് എറണാകുളത്ത് ഖബറൊരുക്കും. 2 മാസം മുൻപാണ് കണ്ണൂരിൽ അബ്ദുൾ ജബ്ബാറിന്റെ കുടുംബം പുതിയ വീട് വെച്ചത്. ഏറെ ആശിച്ചുവെച്ച ആ വീട്ടിലേക്ക് ചിരിയോടെ ഇനി കയറി വരാൻ അബ്ദുൾ ജബ്ബാറില്ല. കരഞ്ഞു തളരുന്ന ബന്ധുക്കളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ ഉരുകുകയാണ് നാട്ടുകാരും സുഹൃത്തുക്കളും. വളരെ നന്നായി പഠിക്കാൻ കഴിയുന്ന, സ്വന്തമായി പഠിച്ച് മെറിറ്റോടുകൂടി സീറ്റ് നേടിയിട്ടുള്ളൊരു കുട്ടിയാണ്. ആ രൂപത്തിൽ, നല്ല രൂപത്തിൽ മുന്നോട്ട് വന്ന ഒരു കുട്ടിയുടെ കാരണം ഇഷ്ടപ്പെടുന്ന ഒരു വിനയമുള്ള ഒരു കുട്ടിയുടെ മരണമാണ്. അതുകൊണ്ട് തന്നെ വലിയ നെട്ടലാണല്ലേ. പഠിക്കാൻ മിടുക്കരായ നാടിന്റെയും വീടിന്റെയും പ്രതീക്ഷയായിരുന്ന ആ 5 പേർ മലയാളക്കരയുടെ ആകെ നോവായി മാറിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് 24.